യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. വേദപുസ്തക ചരിത്രത്തിൽ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിൽ സ്തോത്രം ഒരു വ്യക്തിയാണ് ലാസർ. ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ഭാഗത്തിനകത്തെ ചരിത്ര പശ്ചാത്തലം. അതിനകത്തൊരു പദമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു ചോദ്യം, ദൈവമഹത്വം കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ ഈ വാക്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് തൊടാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. 11-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാൻ 11:3. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. മതി. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഇവിടെ ലാസർ ദൈവത്തിന് എങ്ങനെയാണ് പ്രിയനായത്? നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകാം? അതൊക്കെ വളരെ മണിക്കൂറുകൾ എടുത്ത് പ്രസംഗിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, നീ ദൈവത്തിന് പ്രിയനായാൽ മാനുഷിക പരിധികൾ വിട്ട് നിൻ്റെ പ്രശ്നം വന്നാലും അത് ദൈവം പരിഹരിക്കും.